എന്തായാലും 2 വർഷം 2 മാസം ഒരാഴ്ചയായിട്ട് സിഗരറ്റിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിത് സാധിച്ചത്. ഇപ്പോഴും ആ ഒരു പവറിനെ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന കാര്യം. ആ ഒരു ശക്തിയുടെ പിൻബലമില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്രയും മുന്നോട്ട് പോകാൻ സാധിക്കില്ലായിരുന്നു. എന്തൊക്കെയോ ഒരു കൈത്താങ്ങ് പോലെ എനിക്ക് മീറ്റിങ്സിൽ വന്ന് വിടാനും മീറ്റിങ്സിൽ തന്നെ ഇനിഷ്യൽ സമയങ്ങളിൽ വല്ലാതെ മോട്ടിവേറ്റഡ് ആയിരിക്കാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരുപാട് നാളെ പിന്നെ ഒരു ജോലി കിട്ടി 1 വർഷത്തോളം അത് ചെയ്തു. അതൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. പിന്നെ കുറേ നാൾ ജോലി പോയി. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ സന്ദർഭത്തിൽ എനിക്ക് ഒരു രക്ഷയില്ലെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ എൻ്റെ കയ്യിൽ ജോലി കൊണ്ടു തന്നു. ദൈവത്തിൻ്റെ പ്രസൻസ് ഞാനിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാഗം റെഡിയാക്കാൻ ശരിയാവുകയാണെങ്കിൽ ദൈവം പൂർണ്ണമായിട്ട് എന്നിൽ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോപ്പ് എന്നുള്ളത് സത്യമാണ്. തിരിച്ച് വരാൻ സാധിക്കും, ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും, അതിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് നേടാൻ സാധിക്കും. പക്ഷേ മനസ്സിലെപ്പോഴും ഒരു നല്ല വിശ്വാസം, അതായത് നന്നാവും എന്നുള്ളൊരിത്. ഇതിൽ നിന്ന് മാറുന്ന ദുഷിച്ച സ്വഭാവം മാറുന്നത് പോലെ തന്നെ മറ്റുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ മാറുന്നവരാണ്. ഈ ദുഷിച്ച സ്വഭാവം മാറുമ്പോൾ ഉണ്ടാകുന്ന ഈ വെളിച്ചം എനിക്കത് ലെവലിൽ തന്നെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പം എനിക്ക് നിലവിൽ കുറേ പ്രശ്നകരമെന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ തന്നെ കുറച്ച് വേർഡും ആയിട്ടുള്ള കുറച്ച് മെമ്മറീസ്, ഇൻട്രൂസീവ് മെമ്മറീസാണ് എനിക്കിപ്പോൾ പ്രശ്നമായിട്ട് വരുന്നത്. സെൻസറി നേച്ചറുള്ള വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് യാതൊരു കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ പ്രസൻസും പാസ്റ്റും ഉണ്ട്. ഈ കൺഫ്യൂഷൻ തോന്നി ഞാൻ സ്റ്റക്കായി പോയി, പാസ്റ്റിൽ സ്റ്റക്കായി പോകുന്ന പോലെ ഒരു ഫീൽ എനിക്കാണ് വരുന്നത്. ബിക്കോസ് പ്രസൻസിൽ പറഞ്ഞാൽ ഞാൻ പാസ്റ്റിൽ ഏതോ ഒരു മൊമെൻറ്റിൽ സ്റ്റക്കായി നിൽക്കുന്നു. ആ മൊമെൻറ്റ് വരുമെന്ന് ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നൊസ്റ്റാൾജിക്കാരുടെ പാർട്സ് എൻ്റെ മനസ്സിലുണ്ടാവുമായിരിക്കും. പക്ഷെ അത് ഭയങ്കര എൻ്റെ ഉള്ളിൽ പെയിൻ ഉണ്ടാക്കുന്ന തരം സോറോ, ഗ്രീഫ്. ഓഫ് കോഴ്സ് ഗ്രീഫ് അതാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു പോയില്ല. ഇനി ഒരിക്കലും തിരിച്ച നാളുകൾ വരില്ല. ഇത് ഫ്രഷായിരുന്നു ആ കാലത്തെ ചിന്തകൾ, എൻ്റെ തലച്ചോറ് എല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ ഓടി വരും. പക്ഷേ അതൊക്കെ കൈബന്ധത്താന്ന് പറയുമ്പോൾ എനിക്കൊരു സങ്കടം പോലെ എന്തൊക്കെയോ ഫീലിങ്സ് വരും. പക്ഷേ ഇതൊക്കെ സിഗരറ്റിൽ മാറുമ്പോൾ മാത്രമാണ് ഫീലിങ്സ് തന്നെ വരുന്നത്. ഇതൊക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ.